ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിന്റെ റിവ്യൂയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സെൽഫി സ്റ്റിക്കാണ്. പക്ഷേ ഇത് സെൽഫി സ്റ്റിക്ക് മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത ഒരു ട്രൈപോഡും കൂടാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വരുത്തിയതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. ഇത്തരം ഒരു കവറിലാണ് നമ്മുടെ ഈ സെൽഫി സ്റ്റിക്ക് വരുന്നത്. നമുക്ക് ഈ ക്രാറ്റോസ് K5 സെൽഫി സ്റ്റിക്കിന്റെ സ്പെസിഫിക്കേഷൻസ് കുറെ കാര്യങ്ങൾ ഈ കവറിൽ എഴുതുക എല്ലാം നോക്കാം. ഇതാണ് ബേസിക്കലി ഈ പിക്ചർ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇത് കമ്പനി പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീല് 1.6 മീറ്റർ വരെ ഹൈറ്റ് കിട്ടുന്ന ട്രൈപോഡാണ്. ഇത് എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചാൽ സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് ക്രാറ്റോസ് K5 ഇതാണ് മോഡൽ. പിന്നെ 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാമറ വെച്ചുകൊണ്ട്, ക്യാമറയാണെങ്കിലും മൊബൈൽ ആണെന്ന് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ആ ഫീച്ചറുണ്ട്. ഈ ട്രൈപോഡ് എന്ന് പറയുന്നെങ്കിലും 4 ലെഗ് സപ്പോർട്ട് ഉണ്ട് ഇതിന്റെ ചുവട്ടിൽ. ട്രൈപോഡ് ആകുമ്പം സ്വാഭാവികമായിട്ട് 120 ഡിഗ്രി 3 ലെഗ് ആണല്ലോ. ഇത് പക്ഷേ 90 ഡിഗ്രി അപ്പാർട്ടായിട്ട് 4 ലെഗ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ഫങ്ഷൻ ആൻഡ് മൾട്ടി സീൻ എന്ന് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് പറഞ്ഞേക്കുന്ന ഈ 4 ലെഗ് സപ്പോർട്ടിന്റെ കാര്യം ആണ് ഫസ്റ്റ് പിക്ചറിൽ. നമുക്ക് രണ്ടാമത് പറയുന്നത് ഈ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനൊരു ഫീച്ചർ, 360 റൊട്ടേറ്റിംഗ് പാൻ ടിൽട്ട് എന്നൊരു ഫീച്ചറുണ്ട്. പിന്നെ ഹാൻഡ് ഹെൽഡ് ഷൂട്ടിംഗ്, അതായത് സെൽഫി സ്റ്റിക്ക്, അതാണ് ഹാൻഡ് ഹെൽഡ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഉണ്ട് റിമോട്ടിന്. ടൈപ്പ് സി, ഇതാണ് റിമോട്ടിന്റെ പിക്ചർ. ടൈപ്പ് സി പോർട്ട് ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിലെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു നമ്മുടെ ഈ സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ട്രൈപോഡായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഒരു ലൈറ്റ് അറ്റാച്ച് ചെയ്യാൻ നട്ടുണ്ട്. ആ നട്ടെ തന്നെ നമുക്ക് ഇത് കണ്ടല്ലോ, ഇതാണ് ആ നട്ടിന്റെ പിക്ചർ. ആ നട്ടയിൽ നമുക്ക് ലൈറ്റ് അറ്റാച്ച് ചെയ്യാം. ഫ്ലാഷ് ലൈറ്റ് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഗോപ്രോ ക്യാമറ, അവിടുത്തെ തന്നെ ഗോപ്രോ ക്യാമറ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഗോപ്രോ ക്യാമറ എന്നുള്ള ഒരു ക്യാമറ ഉണ്ടല്ലോ, അതിന്റെ പിക്ചറാണ് വേണ്ടത്. DSLR ക്യാമറ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും ആക്സസറീസ് മീൻസ് ഇത്രയും ഡിവൈസസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൽഫി സ്റ്റിക്ക് കം ട്രൈപോഡും കൂടാണ്. പിന്നെ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ ഇങ്ങനെ സൈഡിൽ പറയുന്നുണ്ട്. അതില് ടെൻസിൽ ലെങ്ത് 27.3 സെന്റിമീറ്റർ ടു 1.6 സെന്റിമീറ്റർ എന്നൊക്കെ ഉണ്ട്. അതായത് മാക്സിമം ലെങ്തും ഇതിന്റെ മിനിമം ലെങ്തും പറയുന്നുണ്ട്. പിന്നെ പ്രോഡക്റ്റിന്റെ വെയിറ്റ് 415 ഗ്രാം ആണ് ഈ പ്രോഡക്റ്റിന്റെ വെയിറ്റ്. വയർലെസ് വേർഷൻ പറയുന്നത് 5.2ന്റെ വയർലെസ് വേർഷൻ, അതായത് ബ്ലൂടൂത്ത് 5.2 ആണ്. പിന്നെ വയർലെസ് നെയിം ക്രാറ്റോസ് K5 ആണ്. അത് പിന്നെ നമ്മൾ മൊബൈലിൽ നോക്കുമ്പോൾ അറിയാം ക്രാറ്റോസ് K5 തന്നെയായിരിക്കും ബ്ലൂടൂത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന നെയിം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ കവറിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ മറ്റൊന്നും കൊണ്ട് ഇത് വാറണ്ടിക്ക് വേണ്ടി ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 1 ഇയർ വാറണ്ടി അവർ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല, എന്തായാലും 1 ഇയർ വാറണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ കവറിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളും അതിന്റെ പിക്ചോറിയൽ ഇൻഫർമേഷനും. ഓക്കെ, നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെ വരുമെന്ന് നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞാൽ സെൽഫി സ്റ്റിക്ക് കം ട്രൈപോഡ്, കൂടാതെ ഒരു USB കേബിൾ ഉണ്ട്. ഇത് C ടൈപ്പ് ആണ്. C ടൈപ്പ് ടു USB-A ടൈപ്പ് കേബിള്. പിന്നെ ഇതിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഈ സെൽഫി സ്റ്റിക്കിനെ പറ്റി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ചെറിയ ഇൻസ്ട്രക്ഷൻ മാനുവൽ. കൂടാതെ ഒരു കാർഡ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ എഴുതിയ ഒരു കാർഡ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു QR കോഡ് ഒക്കെ ഉണ്ട്. യു ആർ എലിജിബിൾ ഫോർ ബ്രാൻഡ് വാറണ്ടി. 1 ഇയർ വാറണ്ടി ഒക്കെ പറയുന്നുണ്ട്. QR കോഡ് സ്കാൻ ചെയ്യാൻ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഇൻവോയ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ വാറണ്ടി കിട്ടും. എനിക്ക് അറിയത്തില്ല എന്തോ ഉദ്ദേശിക്കുന്നതാണ്. എന്തായാലും ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കൂടെ വരുന്ന സാധനങ്ങൾ. ഇനിയും ഈ നമ്മൾ സെൽഫി സ്റ്റിക്കിനെ പറ്റി നോക്കിയാലോ. നമ്മൾ നേരത്തെ ഒരു സെൽഫി സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള വ്യത്യാസം, അതിൽ റിമോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ റിമോട്ട് ഒരു പ്രത്യേകതയുണ്ട്. ഇത് റീചാർജബിൾ ആണ്.
നമുക്ക് റീചാർജ് ചെയ്യാം. മറ്റേ ബാറ്ററി മാറിയിടാനുണ്ട്, പക്ഷെ എങ്കിൽ റീചാർജ് ചെയ്യാൻ ഒരു C പോർട്ട് ഉണ്ട്. അപ്പൊ ഇത് റീചാർജ് ചെയ്യാനുള്ള കേബിളാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്നത്. ഇത് അതുപോലെ തന്നെ തിരിച്ചു വെക്കുന്നു. പിന്നെ ഇത് നൂർത്ത് കാണിക്കാം. നമ്മള് ഈ ഭാഗത്താണ് മൊബൈൽ വെക്കുന്നത്. മൊബൈൽ വെച്ച് വ്യത്യസ്തമായ അളവിലുള്ള മൊബൈലൊക്കെ ഇതിനകത്ത് കയറ്റിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ക്യാമറയും വെക്കാൻ പറ്റും. ഇത് കാത്തു വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റില് 4 ഇഞ്ച് 1/4 ഇഞ്ചിന്റെ ഒരു ബോൾട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ക്യാമറ, അത് യൂണിവേഴ്സലി ഈ മെഷർമെന്റ് തന്നെ സാധാരണ എല്ലാ ക്യാമറയും വരുന്നത്. ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഈ ട്രൈപോഡ് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ നമ്മളിപ്പോ ഇങ്ങനെ നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ ക്യാമറയോ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വിഷ്വൽസ് എടുക്കാനും പറ്റും. ഇത് ട്രൈപോഡായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കൊന്ന് നൂർത്ത് നോക്കാം. നൂർത്ത് കഴിഞ്ഞാൽ ഇത് മാനുവലി പറഞ്ഞ 1.67 മീറ്റർ ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ്. ഈ ഭാഗം എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതൊന്നും തുരുമ്പിക്കത്തില്ല ലാസ്റ്റ് ചെയ്യും. ഇതൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഈ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് സാധനം ഒടിഞ്ഞൊക്കെ പോകും. നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയില്ല വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ. ഓക്കെ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഈ സാധനം. ട്രൈപോഡായിട്ട് ഉപയോഗിക്കാൻ ഇതിന്റെ ചുവട്ടിലെ ഈ ഭാഗം നമുക്ക് ഒന്ന് റിലീസ് ചെയ്യാം. ഇവിടെ ചെറിയ ലോക്ക് പോലാണ്. എന്നിട്ട് ഇത് മുകളിൽ നിന്ന് ചകത്തിക്കൊണ്ട് മുകളിൽ നിന്ന് താപ്പോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രൈപോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, 4 കാലുണ്ട് ഇതിന്. ട്രൈപോഡായിട്ട് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അത്ര വലിയ ബലം എന്നൊന്നും പറയാനില്ല, എന്നാലും നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ലതോടെ നോക്കാം. ഇത് പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഉദ്ദേശിച്ച പോലല്ല, അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഉണ്ടോ, മൊബൈൽ വെച്ചുകൊണ്ട് ഈ സ്റ്റാൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി വിഷ്വലൊക്കെ എടുക്കാൻ പറ്റും. ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡിന്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെറിയ വൈബ്രേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്, എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൈ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറിയ വൈബ്രേഷൻ ഒക്കെ ഇല്ലാതാക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ പറഞ്ഞ ക്രാറ്റോസ് K5 എന്നുള്ള സെൽഫി സ്റ്റിക്ക് കം ട്രൈപോഡ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ കുറച്ച് മുമ്പേ കൈ പിടിച്ചുകൊണ്ടിരുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഇത് ക്യാമറ മൂവ്മെന്റ്സ് ഷിവറിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡും കാര്യങ്ങളും. കാഴ്ചയിലാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള സൗകര്യമാണെങ്കിലും കൊള്ളാം. ഒരു തമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി ഈ റിമോട്ട് വെച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് ബ്ലൂടൂത്ത് മൊബൈലിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കും ക്രാറ്റോസ് K5 എന്നൊരു പേര് കാണിക്കും. അത് വെച്ച് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ച് ഈ റിമോട്ടും കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. വീഡിയോ ഓൺ ഓഫ് എല്ലാം ഇത് മീൻസ് സ്റ്റാർട്ടും സ്റ്റോപ്പും എല്ലാം ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയ റിമോട്ട് ഉണ്ട്. വർത്തി പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500-നും 1700-നും ഇടയ്ക്കായിട്ട് വരും കോസ്റ്റ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കാണിക്കാം. ഓക്കെ, നമുക്കപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അതേപോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനൊരു ത്വരയാകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണം. നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. ഓക്കെ.